SP ആണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറയുന്നത് അല്പസമയം മുമ്പ് നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ പരാമർശിക്കുന്ന ആചാര്യനെ സംബന്ധിച്ചടക്കമുള്ള കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇനി പോവുക ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഈ കുടുംബാംഗങ്ങളെ അടക്കം, അതായത് ഈ അമ്മാവൻ, അതോടൊപ്പം തന്നെ മുത്തശ്ശി, അതോടൊപ്പം തന്നെ ശ്രീധുവിന്റെ ഭർത്താവ്, ഇവർ അടക്കം അല്പസമയം മുമ്പ് സ്റ്റേഷനിലെത്തിയിരുന്നു. അവരെ വിശദമായി സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയൊരു നീക്കം SP സുദർശൻ ഉൾപ്പെടെയുള്ള നെയ്യാറ്റിൻകര DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ഈ സംഭവം നടന്ന കോട്ടകൽക്കോണത്തെ വീട്ടിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണം പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാനാവില്ല എന്നുകൂടി SP പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പ്രതി അന്വേഷണ സംഘത്തിന് നൽകിയ വിശദാംശങ്ങൾ കൊണ്ട് തേടി മാത്രമല്ല അന്വേഷണം നടക്കുന്നത്. ഹരികുമാർ പറഞ്ഞിരിക്കുന്നത് ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് ഹരികുമാർ നടത്തിയ വെളിപ്പെടുത്തലിനപ്പുറത്തേക്ക് സംശയം തോന്നിയ ചില കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായി നടന്ന അന്വേഷണമാണ് ഈ മുൻവൈരാഗ്യം എന്ന തരത്തിലേക്ക്, ഈ മുൻവൈരാഗ്യം എന്ന പ്രതി പറഞ്ഞ കാര്യത്തിനപ്പുറത്തേക്ക് കുടുംബത്തിന് അന്ധവിശ്വാസമുണ്ടായിരുന്നു, കുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന ഒരു ആത്മീയ ആചാര്യന് കൃത്യമായി അയാൾ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹരികുമാറിന്റെ സഹോദരിയും കുട്ടിയുടെ അമ്മയുമായ ശ്രീധുവും തലമുണ്ടനം ചെയ്തിരുന്നു. ഈ കാര്യങ്ങളിലടക്കം ഒരു സ്ഥിരീകരണം ഉണ്ടായത് അത് ആരാണ് എന്ന് അന്വേഷണ സംഘം ഒരുപക്ഷെ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായ അന്വേഷണമായിരിക്കും ഇനി നടക്കുക. അതോടൊപ്പം പ്രധാനമായി ഈ കേസിൽ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയുമാണ്. ഈ സംഭവ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് ഇതാണ് ഹരികുമാർ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ. ഈ സ്കൂട്ടർ 2 ദിവസം മുമ്പാണ്, അതായത് ഈ സംഭവം ഉണ്ടാകുന്നതിന് തലേ ദിവസം വൈകിട്ട് ഈ സ്കൂട്ടർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് അയൽവാസികൾ കണ്ടിരുന്നു. പക്ഷേ അന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും ഹരികുമാർ തയ്യാറായിരുന്നില്ല. അങ്ങനെ അന്തർമുഖനായ ഒരു രീതിയായിരുന്നു, സ്വഭാവമായിരുന്നു ഹരികുമാറിന്റേത്. തൊട്ട അയൽവാസികളോട് പോലും അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നില്ല, കാണുമ്പോൾ പോലും സംസാരിച്ചിരുന്നില്ല എന്നുകൂടിയാണ് അയൽവാസികൾ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്നതിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ. എല്ലാ സാധ്യതകളും തേടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ റൂറൽ SP സുദർശന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പൂജാരിയുമായി ബന്ധപ്പെട്ട അത് വ്യക്തമായിട്ട് പോലീസ് മാധ്യമങ്ങളോട് പറയുന്നില്ല. അതായത് ഒരു പക്ഷേ ഇത് ഒറ്റ ഈ കുടുംബവുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമാണോ, അതിൽ കൂടുതൽ ഇടപെടലുകളുണ്ടോ, അങ്ങനെയുള്ളൊരു സംശയമൊക്കെ ഉണ്ടോ? ഹരികുമാർ പറയുന്നത് മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല അന്വേഷണമെന്ന് ഡാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോഴും ഈ പൂജാരി ഇതിനകത്ത് എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് സമ്മതിക്കുന്നുമില്ല ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ. പക്ഷെ അന്വേഷണം ഒരു പാരലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത്, അല്ലേ? കൃത്യമായി പോലീസിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ച വിവരമായിരുന്നു ഇത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ പ്രതി കുറ്റം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ശാസ്ത്രീയ തെളിവുകൾ, പ്രത്യേകിച്ച് വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി ഏറെ മണിക്കൂറുകളിലെ ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ശ്രീധുവിന്റെ മൊഴിയെടുക്കുന്നു, പിന്നീട് വീണ്ടും ഹരികുമാറിന്റെ മൊഴിയെടുക്കുന്നു. അവരെ ഒരുമിച്ചിരുത്തി കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോഴും ഈ വെവ്വേറെയായി ഇരുത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ സംശയം തോന്നിയതിനെ തുടർന്നാണ് പോലീസിന്റെ അന്വേഷണം സമാന്തരമായി ഈ കുടുംബം പറയുന്ന തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളിലേക്ക് നയിച്ച പശ്ചാത്തലം എന്താണ് എന്നതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയത്. ആ അന്വേഷണമാണ് ഈ കുടുംബവുമായി ബന്ധമുള്ള ആത്മീയ ആചാര്യനിൽ എത്തി നിൽക്കുന്നത് എന്നാണ് വിവരം. ഇയാൾ കരിക്കകം സ്വദേശിയാണ് എന്നാണ് ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. അതോടൊപ്പം ഈ ആചാര്യൻ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹരികുമാറും അതോടൊപ്പം ദേവേന്ദുവിന്റെ അമ്മയായ ശ്രീധുവും തലമുണ്ടനം ചെയ്തതെന്നാണ് പോലീസിന് ഇതിനോടകം നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരോക്ഷമായി ഈ സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനി സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. അത് സംബന്ധിച്ചായിരിക്കും SP സുദർശനൻ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ വിശദമായി ഈ അമ്മാവനിൽ നിന്നും അതോടൊപ്പം മുത്തശ്ശിയിൽ നിന്നും ഈ കുട്ടിയുടെ മൂത്ത സഹോദരിയിൽ നിന്നും അടക്കം കാര്യങ്ങൾ ചോദിച്ചറിയുക. നമുക്കറിയാം ഇങ്ങനെ നാടിനെ നടുക്കിയൊരു സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷവും എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്ന് കണ്ടെത്താൻ കഴിയാത്ത പശ്ചാത്തലത്തിലാണ് ഇതിനോടകം ലഭിച്ചിരിക്കുന്ന കണ്ടെത്തലുകൾ മുഴുവൻ വെച്ചുകൊണ്ട് അന്വേഷണ സംഘം അല്പസമയത്തിനകം യോഗം ചേരാൻ പോകുന്നത്. ആ യോഗം ചേർന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണത്തിന്റെ തുടർ നീക്കങ്ങൾ
നിലവിൽ പ്രതി നൽകിയിരിക്കുന്ന മൊഴി വിശ്വസിച്ചുകൊണ്ട് അന്വേഷണം മുമ്പോട്ട് പോവുകയില്ല എന്ന് SP തന്നെ പറഞ്ഞിരിക്കുന്നു. കാരണം ഇന്നലെ പ്രതി ഹരികുമാർ പറഞ്ഞ ആ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ആദ്യം അന്വേഷണം നടത്തിയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില കാരണങ്ങൾ ഉണ്ട് എന്ന സംശയം തോന്നിക്കുന്ന സാഹചര്യങ്ങളിൽ വീടിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ വീടിനുള്ളിൽ സംശയാസ്പദമായി കണ്ട ചില വസ്തുക്കൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്നാണ് ഈ കുടുംബത്തിന് അങ്ങനെ ഒരു ഒബ്സസ്ഡ് ഫെയ്ത്ത് ഉണ്ട് എന്ന ഒരു കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ നടത്തിയ പരിശോധനയിലാണ് ഈ ആത്മീയ ആചാര്യനുമായി ഹരികുമാറിനുള്ള ബന്ധം എന്ത് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതിനെക്കുറിച്ചടക്കം വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയും നടക്കേണ്ടതുണ്ട്. പക്ഷേ കാരണം എന്താണ്, കൊലപാതകത്തിന്റെ കാരണം എന്താണ്, ഒരു സിംഗിൾ പോയിന്റിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നതാണ് നിലവിലെ സ്ഥിതി. അതുകൊണ്ടാണ് ഇന്നലെ അടക്കം മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറാകാതിരുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം ഈ കുടുംബാംഗങ്ങളെ SP-യുടെ നേതൃത്വത്തിൽ വിശദമായി ചോദിച്ച് അറിയുന്നതിലൂടെ ഒരുപക്ഷെ ഈ അവ്യക്തത മാറിയേക്കാം. അങ്ങനെയാണ് എങ്കിൽ ഇന്നലെ മഹിളാ മന്ദിരത്തിലേക്ക്, സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയ ശ്രീധുവിനെ ഉൾപ്പെടെ ഒരുപക്ഷെ SP വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി അവിടേക്ക് വിളിച്ചു വരുത്തിയേക്കാം. അങ്ങനെ നടത്തുന്ന ചോദ്യം ചെയ്യലിലൂടെ ഈ ദുരൂഹത മാറും, ഇതിലെ അവ്യക്തതകൾ മാറും എന്നൊരു പ്രതീക്ഷയിലാണ്, വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത്. ഡാന്, വളരെ പ്രധാനമായിട്ട് ഇനി ആ കുട്ടിയുടെ അമ്മയുമായി ബന്ധപ്പെട്ട് മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ആരും ശ്രീധുവിനെ തേടി എത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടോ? കുറ്റവിമുക്തയാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അമ്മയുമായി ബന്ധപ്പെട്ട അവരുടെ സാമ്പത്തിക ബാധ്യത അടക്കമുള്ള വിഷയങ്ങളിൽ മറ്റൊരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് എന്നുകൂടി വേണമോ വിചാരിക്കാൻ? അതായത് ഇവിടെ പോലീസിനെ സംശയം ജനിപ്പിക്കുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ അടുത്തുള്ളവ ഈ ആദ്യമായി ഈ കുഞ്ഞു കിണറ്റിൽ വീണു എന്ന കാര്യം കുടുംബാംഗങ്ങൾ തന്നെയാണ് പ്രദേശവാസികളോട്, നാട്ടുകാരോട് പങ്കുവെക്കുന്നത്. അങ്ങനെ പങ്കുവെക്കുന്ന സമയത്ത് യാതൊരു ഭാവഭേദങ്ങളും കുടുംബാംഗങ്ങളുടെ മുഖത്തില്ലായിരുന്നു എന്നാണ് ചില നാട്ടുകാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ വഴിയിലേക്ക് അന്വേഷണം നീണ്ടത്. അവിടെയാണ് ഇവിടെ ഒരു പ്രീ പ്ലാനിംഗ് നടന്നിട്ടുണ്ടോ എന്ന് പോലീസിന് സംശയം തോന്നിയത്. പക്ഷേ അത് സംബന്ധിച്ച വിശദമായ ചോദ്യം ചെയ്യൽ നടന്നിട്ടും ഹരികുമാർ അത് സമ്മതിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും പോലീസിനോട് വിട്ടു പറഞ്ഞിരുന്നില്ല. നിസ്സഹകരണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ രണ്ടുപേരുടെയും, അതായത് ശ്രീധുവിന്റെയും അതോടൊപ്പം തന്നെ ഹരികുമാറിന്റെയും സ്മാർട്ട് ഫോണുകൾ വിശദമായി പരിശോധിക്കുന്നതിനിടയിൽ അതിലെ വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നാണ് പോലീസിന് സംശയമുളവാക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തുന്നത്. ആ വാട്സാപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അന്വേഷണം. ശ്രീധു ഭർത്താവുമായി കുറച്ചധികം നാളുകളായി അകന്നു കഴിയുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഭർത്താവിനെ അടക്കം ഇന്നലെ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അങ്ങനെ ഭർത്താവ് നൽകിയ മൊഴിയെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഹരികുമാറിനും ശ്രീധുവിനും മാത്രമാണോ ഇങ്ങനെയൊരു അന്ധവിശ്വാസത്തിൽ അമിതമായി ആശ്രയിച്ചിരുന്ന ഒരു സ്വഭാവം? ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇനി ഡൽഹിയിലേക്കാണ്. ഇനി രാഷ്ട്രപതി പാർലമെന്റിലേക്ക് പോകുന്നു. അശ്വാരൂഢ സേനയുടെ